നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ക്യാമ്പസ് രാഷ്ട്രീയം. അപ്പം നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പസ് രാഷ്ട്രീയം ഉള്ള ഒരു സംസ്ഥാനം കേരളമാണ്. കേരളം കഴിഞ്ഞ് ക്യാമ്പസ് രാഷ്ട്രീയത്തിനും ക്യാമ്പസ് അക്രമത്തിനും ക്യാമ്പസ് തോന്നിയവാസത്തിനും പറ്റിയൊരിടം വേറെ നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. ഇന്നൊരു വിദ്യാഭ്യാസ ബന്ദ്, ഒരു ഭാരത് ബന്ദ്, എന്ത് തേങ്ങാക്കൊല പ്രഖ്യാപിച്ചാലും അത് നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമായിരിക്കും. വേറെ എങ്ങും കാണാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്കിപ്പം നിലവിൽ പറഞ്ഞാൽ നമ്മുടെ ക്യാമ്പസ് രാഷ്ട്രീയം, പല സംഘടനകളുണ്ടാവും. നമ്മുടെ ക്യാമ്പസുകളിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, ക്യാമ്പസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കോളേജുകളിൽ സ്കൂളുകളിൽ നടക്കുന്ന കത്തിക്കുത്തുകൾ. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമന്യുവിൻ്റെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ, അഭിമന്യുവിനെ കുത്തിക്കൊന്നു മഹാരാജാസിൽ നമ്മുടെ കേരളം ഞെട്ടിയ ഒരു വാർത്തയായിരുന്നു അത്. മാത്രമല്ല, ശിവരജിത്ത് എന്ന് പറഞ്ഞ മഹാരാജാസിലൊരു വിദ്യാർത്ഥി സ്വന്തം സഹപാഠിയെ കുത്തുകയും അതും ഒരു ഞെട്ടലോടെയാണ് കേരളം കേട്ടിരിക്കുന്നത്. ഇപ്പോൾ അതൊന്നും ഒരു ഞെട്ടലല്ലാതെ മാറിയിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇന്നത്തെ ക്യാമ്പസ് രാഷ്ട്രീയം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് പലതരത്തിലുള്ള, ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് എടുത്തു കഴിഞ്ഞാൽ പ്രിൻസിപ്പളിനെ പൂട്ടിയിടുക, ടീച്ചർമാരെയും അധ്യാപകരെയും പൂട്ടിയിടുക, പ്രിൻസിപ്പളിനെ റീത്ത് വെക്കുക. ഇവർക്ക് അത് ഒരു കുരുനിന്ന, അതായത് ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തൊരു ജനതയായിട്ട് ക്യാമ്പസ് രാഷ്ട്രീയം ഒരു പുതുതലമുറയെ മാറ്റി വളർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ഇന്ന് ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. എന്താണ്? പോലീസിനെയും നിയമത്തെയും തെറി വിളിക്കുക. പോലീസിനെയും നിയമത്തെയും പോടാ പുല്ലേ പോലീസെ. യഥാർത്ഥത്തിൽ ഇവർ നിയമത്തെയാണ് തെറി വിളിക്കുന്നത്. നമ്മുടെ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തൊരു സമൂഹം ഇങ്ങനെ വളർന്നു വരുന്നതിലൂടെ പോലീസിനെയും മറ്റ് സംവിധാനങ്ങളെയും ഭയപ്പെടാതെ അവർ മുന്നോട്ട് പോകുന്നു. ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നാളെ ഒരു കഞ്ചാവോ മയക്കുമരുന്നോ ഒക്കെ പിടിക്കുന്ന സമയത്ത്, ഉദാഹരണത്തിന് നമുക്കറിയാം, കഞ്ചാവ് പിടിച്ച ഒരു സ്ഥലമുണ്ട്, കളമശ്ശേരി പോളിടെക്നിക് കോളേജ്. കഞ്ചാവ് പിടിക്കുകയും എന്ന ഒരു വിദ്യാർത്ഥി സംഘടന മാക്സിമം ഈ പറയുന്ന പിടിച്ച വിദ്യാർത്ഥിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ പോലീസിൻ്റെ ഒരു കൃത്യമായ ഒരു സ്റ്റാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പിന്നീട് തള്ളിപ്പണി പറയേണ്ടി വരികയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമ്മുടെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം എത്ര ഭയാനകമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഒരു വിദ്യാർത്ഥി NSS ക്യാമ്പിന് പോവുകയും ആ ക്യാമ്പിൽ മാതാപിതാക്കളുടെ പെർമിഷൻ എടുത്തിട്ട് NSS ക്യാമ്പിന് പോയ വിദ്യാർത്ഥിയെ ഒരു സമ്മേളനത്തിന്, ഏതോ ഒരു പാർട്ടിയുടെ സമ്മേളനത്തെ വിളിച്ചുകൊണ്ട് പോവുകയും, അതായത് മാതാപിതാക്കൾ അറിയാതെയാണ് ഈ സമ്മേളനത്തെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ സമ്മേളനത്തിന് വിളിച്ചുകൊണ്ട് പോവുകയും അങ്ങനെ പിതാവ് അറിയുകയും പിതാവ് അതിനെതിരെ കേസ് കൊടുക്കുകയും ചെയ്തൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ആലോചിക്കണം. കാര്യം, വിദ്യാർത്ഥികളെ ഏത് വിധേനയും പിഴപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് ഇന്ന് കേരളത്തിലുള്ള ഈ പറയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയം മാറിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം പുതുതലമുറയെ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത രീതിയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥി രാഷ്ട്രീയം കൊണ്ടുപോകുന്നു. മാതാവും പിതാവും നേർവഴി ചൊല്ലിക്കൊടുക്കുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട്, ഉദാഹരണത്തിന് ഒരു ഹെൽമെറ്റ് ഇല്ലാണ്ട് പോയി പിടിച്ചു കഴിഞ്ഞാൽ മാതാവും പിതാവും അറിയുന്നില്ല, രാഷ്ട്രീയക്കാർ ഇറങ്ങിക്കൊണ്ട് പോവുകയാണ്. പിന്നീട് അവർക്കൊരു കടപ്പാട് വന്ന് അവർക്ക് വേണ്ടി നിൽക്കുകയാണ് പുതുതലമുറ ചെയ്യുന്നത്. അപ്പം നമ്മുടെ കേരളം ഇത് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇപ്പുറത്തെ ഒരു ഭയാനകമായ ഒരു വീക്ഷണം. വിദ്യാർത്ഥികൾ ഇന്ന് ഈ അധ്യാപകരെ പൂട്ടിയിടുക, റീത്ത് വെക്കുക, അവരെ തല്ലുക, അങ്ങനെയുള്ളൊരു ഡിസിപ്ലിൻ ഇല്ലാത്തൊരു രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിലെ വിദ്യാർത്ഥികൾ, യുവതലമുറകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണേണ്ടി വരും അപ്പോൾ എന്താണ് ഇനി ഇത് സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥി രാഷ്ട്രീയം കേരളത്തിൽ മാത്രമേ നമ്മൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം കേരളത്തിൽ മാത്രമുള്ള ഈ വിദ്യാർത്ഥി സംഘടനകൾ, അപ്പം നമ്മൾ വിചാരിക്കും പുറത്തൊക്കെ ഉണ്ടത്, പുറത്തൊക്കെ ഒരു തേങ്ങയില്ല. പുറത്തൊക്കെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ അവർ ചെബുക്കല്ലടിച്ച് പൊട്ടിക്കും, അതാണ് സത്യം. അപ്പോൾ കേരളത്തിന് വെളിയിലോട്ടില്ലാത്ത ഒരു വിദ്യാർത്ഥി സംഘടനയും കേരളത്തിലെ ഈ പുതുതലമുറയെ നശിപ്പിക്കുന്ന ഈ ക്യാമ്പസ് രാഷ്ട്രീയം എത്രയും പെട്ടെന്ന് നമുക്ക് തൂത്തെറിയേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ക്യാമ്പസ് രാഷ്ട്രീയം നമുക്ക് വേണ്ട എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ പുതുതലമുറയെ നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അവരെ രാഷ്ട്രീയത്തിലേക്ക് വിടാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണം. പുതുതലമുറയെ ഒരു അച്ചടക്കമുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ ഈ പറയുന്ന മാതാപിതാക്കൾ മുൻകൈ എടുത്തിറങ്ങിയേ പറ്റൂ.